ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടൊരു സ്റ്റോറി എൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോർച്ചുഗീസ് കപ്പൽ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം അവർ ഏകദേശം ഒരു 90% എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഏരിയ മൊത്തം ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോയൊരു സംഭവം, ഒരുപാട് സ്പോട്ടുകളുണ്ട്, എല്ലായിട്ടും ഉണ്ട്. അപ്പോൾ വെള്ളംകേരി മൊത്തം പോയി കഴിഞ്ഞാൽ ഇതേ സെയിം ഒരു നടുക്കൂടെ പോകുന്ന ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സെയിലുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ ഇതിൻ്റെ ആസ്വാദനം കാരണം എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല നിങ്ങൾക്ക്. ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കുന്നില്ല, കാരണം നമ്മളുടെ എല്ലാം അമ്പലവും പള്ളിയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാലും ശരിയാകത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ആ പോർച്ചുഗീസ് പള്ളിയുടെ അകത്തോട്ട് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ വരെ, 6 കിലോമീറ്റർ വേണ്ട, ഒരു 5-4 കിലോമീറ്ററൊക്കെ അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അയ്യാറിയെ കാണാൻ പറ്റും. നിങ്ങളെ കണ്ടില്ലേ ആ വിഷ്വൽസിനെ കണ്ടു, മൊത്തവും മണ്ണൊക്കെ എടുത്ത് പോയി. പക്ഷേ കുറച്ചുപുറം സൈഡ് മൊത്തം ബീച്ചായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല, പക്ഷേ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം അത് പോട്ടെ, വിട്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കുറച്ച് പോർഷൻസ് നമുക്ക് എടുക്കാൻ സമ്മതിച്ചില്ല, കാരണം KMML പോർഷനാണ്, അവിടെ ക്യാമറ യൂസ് ചെയ്തുകൂടാ എന്തോ പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി വന്നിട്ട് ക്ഷേത്രം എത്തിയിട്ടുണ്ട്. ഇതാണ് മണി കെട്ടുന്ന ക്ഷേത്രം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ
IR KMM കൊണ്ടുപോയതിന് ശേഷം അതിന് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് പോലും എല്ലാവർക്കും അറിയാത്ത എന്ത് അങ്ങനെ നമ്മൾ പണിക്കര് കടവ് ചെറിയഴിക്കൽ എന്നാണ് പഴിക്കലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിത് കണ്ടത്. 2005 സുനാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോയൊരു സംഭവം. അതിൻ്റെ സ്മാരകത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് അഴീക്കൽ സ്മാരകം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തൊരു സ്ഥലവും കൂടാണിത്. ഈ 2009 സ്ഥാപിച്ച ഈ സ്മാരകം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം.
അപ്പം നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മറ്റേ കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങൊക്കെ പോകുന്നതല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയാണ് ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ വെള്ളം ഇഷ്ടംപോലെ കയറി കിടപ്പുണ്ട്. കാരണം ഇതെനിക്ക് വേലിയേറ്റമാണെന്ന് പറയും. നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ നാളായി ഇവിടെ വന്നപ്പം ഒരുപാട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അവിടെ കല്ലിട്ടേക്കും. പക്ഷേ ഇവിടെ പണ്ട് കല്ലൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് അങ്ങ് ഒരു ഏകദേശം നമുക്കൊരു 100 മീറ്റർ വരെ അകത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. ഇപ്പോൾ വെള്ളം കയറി മൊത്തം പോയി. പിന്നെ വേലിയേറ്റം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അഴീക്കൽ വന്നു. ഇപ്പോൾ രാത്രിയായിപ്പോയി വന്നപ്പോഴത്തേക്ക്. കാരണം അത്രയും കവർ ചെയ്ത് വന്ന സമയത്ത് രാത്രിയായിപ്പോയി. ഈ കൊറോണ ആകപ്പാട് സീനായി കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടിൻ്റെ അങ്ങേ അറ്റം വരെ പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല ഭയങ്കര വലിയ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. കാണാൻ പറ്റുന്ന അടിപൊളിയൊരു സ്പോട്ടാണ്. കരുനാഗപ്പള്ളി തന്നെ. പിന്നെ പാലവും കൂടെ വന്നു കഴിഞ്ഞാൽ അതിലെ കൂടെ പോകാൻ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കൂടെ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ അവിടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഈ ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഴീക്കലോട്ടൊക്കെ വരാൻ ബസ്സും കാര്യം എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് വലിയ സഹായമാവും ആ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നല്ല വ്യൂ പോയിന്റും ആയിരിക്കും ആ പാലത്തിൽ കൂടെ പോകാൻ. ഇതാണ് ആ പാലം. പാലത്തിൻ്റെ പണി ഏകദേശം ഒരു 70% തീർന്നെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതാ ബോട്ടിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടോ. ഇപ്പം ഈ പാലം വന്ന് നോക്കി കാണാൻ പറ്റും. ഒരുപാട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഈ പാലവും ഇതും തമ്മിൽ. ഇവിടെ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാറ്റും. ഞാൻ പറയുന്നത് നേരത്തെ നമ്മുടെ ചേട്ടൻ്റെ കട കാണിച്ചില്ലേ, അവിടെ നിന്ന് ചൂണ്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇവിടെയൊക്കെ നിന്ന് നിങ്ങൾക്ക് ചൂണ്ടയൊക്കെ ഇടാം. ഒരുപാട് സ്പോട്ടുണ്ട് നിങ്ങൾക്ക് ചൂണ്ടയൊക്കെ ഇടാനായിട്ട്. പിന്നെ ഈ പാലം വന്ന് ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ പാലം. നോക്കി ഒരു രക്ഷയില്ലാത്ത പാലമാണ്. ഇല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ലുക്ക് പാലം. ഇതേപോലത്തെ ഒരു പാലം, ഇതേപോലത്തെ അല്ല, അത് വേറെ പാലം. മനസ്സിലായി. അതായത് നമ്മൾ ഇടുക്കിക്ക് പോകുന്നവർക്കറിയാം ഇതേപോലത്തെ ഒരു പാലമുണ്ട്. ആ സ്ഥലം കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാറില്ല. മങ്ങൊക്കെ അറിയാമോ? കോതമംഗലം കഴിഞ്ഞിട്ട് അടിമാലിക്ക് പോകുന്ന റൂട്ടിൽ അല്ലേ? NH 189 അകത്തോട്ട് പോകും. മേ ബി പോയിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ ആ വഴി പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സ്ഥലം പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്കോ ഇപ്പോൾ പറഞ്ഞ സ്ഥലമാണ്. അപ്പം അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇതേ സെയിം ഒരു നടുക്കൂടെ പോകുന്ന ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പാലം തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ആലപ്പുഴയെ പോലും അനുവദിച്ചിട്ടില്ല. പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫൈനായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വഴി പാസ് ചെയ്ത് പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യമൊന്നും അനുവദിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു നിയമനം. പിന്നെ എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ. നമ്മൾ പുതിയാവിൽ നിന്ന് നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മളില്ല വ്ളോഗൊക്കെ കഴിഞ്ഞ് ഏകദേശം ഭയങ്കരമായിട്ട് ഇതായി. കാരണം നമ്മൾ അഴീക്കലൊക്കെ പോയിട്ട് അത്രയും ദൂരെ പോയില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് പള്ളി കഴിഞ്ഞ് തൊട്ടിങ്ങോട്ട് വരുന്ന നേരത്ത് ബൂസ്റ്റർ ചെയ്യാന്ന് ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നു. ഭയങ്കര വൈബും ബൂസ്റ്റർ ചെയ്യാന്നൊക്കെ എഴുതി വെച്ചാൽ. അപ്പം എന്തായാലും ചായ കുടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ നമുക്ക് ചോദിച്ചിട്ട് തന്നെ ബാക്കി കിട്ടും. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും മാസ്ക് വെച്ചില്ല, ഇഷ്ടംപോലെ ആൾക്കാർ മാസ്ക് വെച്ചിട്ട് പോകാം. നല്ല സെയിലുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ ഇത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് സാധാ ടീ തൊട്ട് 50 രൂപയുടെ 5 രൂപ തൊട്ട് 50 രൂപ വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുള്ളിയെടുത്ത് ചോദിക്കാം എന്തൊക്കെ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വെറൈറ്റി സ്പെഷ്യൽസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ചിക്കനൊക്കെ ഇട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? നമ്മുടെ ബദാം ടീ. ഓക്കെ. ബിസ്ക്കറ്റ് ബൂസ്റ്റർ ഉണ്ട്,
ബൂസ്റ്റർ ഉണ്ട്, മസാല ചായ ഉണ്ട്. ഈ ബൂസ്റ്റർ ഇതൊക്കെ ബിസ്ക്കറ്റ് ചായ ഒക്കെ ഇവിടെ സ്പെഷ്യൽ അല്ലേ? ഹൈലൈറ്റ് കഴിക്കാവുന്നതാണ്. ഇത് ഇത് വലിയ ബിസ്ക്കറ്റോടെ കഴിക്കാം അല്ലേ? നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടാണ് ബദാംബിയും ഹോട്ട്സൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സ്നാക്സ് കട്ട്വാർത്തി സമൂസ നമ്മുടെ സിഗ്നേച്ചറാണ്. ചിക്കൻ സമൂസ ഉണ്ട്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ റോളുണ്ട്. ഇത് തന്നെ സംഭവം ഞാൻ കേക്കാണോ? ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റോളാണ്. ഹോട്ടാണോ? ഓക്കെ, ഇവിടെ എല്ലാം ഹോട്ട് മാത്രമേ ഉള്ളൂ, കോൾഡൊന്നുമില്ല. എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നത്? നമ്മൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നൈറ്റ് 9, 10 മണി വരെ ഡിപ്പെൻസ് അല്ലേ ആൾക്കാരനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഏത് ബുക്ക് ചെയ്യണം? ബദാം ടീ കുടിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ബദാം ടീ കുടിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ബദാം മിൽക്ക് അല്ലേ? ബദാം മിൽക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതാണ് മംഗോയ്ക്കുള്ളതാണ്. നല്ല സൂപ്പർ ബദാം മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ബദാം പൗഡറും പാലും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു മിക്സർ സംഭവമാണ്. അപ്പം നമുക്കൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടോ. അപ്പോൾ അതിലൂടെ സിപ്പ് ചെയ്ത് കുടിക്കാം. ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലായിട്ട് എന്താണ് സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ബിസ്ക്കറ്റ് പോലത്തെ എന്താണ് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്രഞ്ചി ഫീലും കൂടെ നമുക്ക് ഇത് സാധനം കുടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും കരുനാഗപ്പള്ളി വരുമ്പോൾ ട്രൈ ചെയ്യുക. നമുക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് കഴിക്കാം. ഒരു പ്രത്യേക വൈബ് നിന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോഫിയും ചായ എല്ലാം കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ മതി. ബൂസ്റ്റർ ചായ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി രീതിയിലുള്ള ചായയും കോഫി മാത്രമല്ല, അതായത് നിങ്ങൾക്ക് സ്നാക്സും കിട്ടും. സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സമൂസ, പിന്നെ കേക്ക് റോള്, ഹോട്ട് കേക്കാണ് അത്, അങ്ങനത്തെ ചോക്ലേറ്റ് കേക്ക്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പം എല്ലാം കൂടെ കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത ഈ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഡെയിലി ഇവിടുന്ന് പറയാം, ദൂരെ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നു. സത്യം പറഞ്ഞാലേ ഇതിൻ്റെ ആസ്വാദനം കാരണം എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല.